കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന സാഹചര്യങ്ങൾ വിലയിരുത്തി. തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇപ്പോൾ കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളുടെ ആകാശ ദൃശ്യങ്ങൾ 24 ലഭ്യമായിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്നും അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. അജീഷ്, ഇതിൽ ഏതൊക്കെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ, എത്രത്തോളം ജാഗ്രത, ഏതൊക്കെ മേഖലകളിൽ വേണം എന്നത് സംബന്ധിച്ച് കൃത്യതയാർന്ന വിവരങ്ങൾ നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ റവന്യൂ വകുപ്പിനോ നമ്മളുടെ ജില്ലാ ഭരണകൂടത്തിനോ ഒക്കെ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെയായി പലയിടങ്ങളിൽ കണ്ടെയ്നറുകൾ വന്ന് അടിയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അപകടകരമായത്, നമ്മൾ എത്രത്തോളം ജാഗ്രത ഏതൊക്കെ മേഖലകളിൽ പാലിക്കണമെന്നതിൽ ഇനിയൊരു വ്യക്തത വന്നിട്ടില്ലല്ലോ. അത് അത്തരമൊരു ഉറപ്പിലേക്ക് എത്താൻ സമയമായിട്ടുണ്ടോ? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങര ഹാർബറിന്റെ തീരത്തുള്ള ഒരു തീരപ്രദേശമാണ്. ഇവിടെ ഏതാണ്ട് 4 കണ്ടെയ്നറുകളാണ് ഇവിടെ അടിഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഹാനികരമായിട്ടുള്ള ഒരു കണ്ടെയ്നറും ഇവിടെ ഇല്ല. കാരണം ഇവിടെ അടിഞ്ഞതിൽ പ്രധാനമായിട്ട് ഒരെണ്ണത്തിൽ മാത്രമാണ് അതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഈ ചൈന ഗ്രീൻ ടീ ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ വിദഗ്ധരെത്തി പരിശോധന നടത്തിയിരുന്നു. വെള്ളത്തിന്റെ സാമ്പിൾ അടക്കം അവർ ശേഖരിച്ച് കൊണ്ടുപോയിരുന്നു. മാത്രമല്ല ഇവിടെ എത്തി നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിൽ ഇവിടെ ഹാനികരമായ ഒന്നും കലർന്നിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഇതിനകത്തുണ്ടായിരുന്ന ചില സ്പഞ്ചുകളൊക്കെ ഉണ്ട്. അതും ഇവർ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വെള്ളം മലിനമാക്കുന്നതാണോ ഇത് അടക്കമുള്ള കാര്യങ്ങൾ. ഈ കൊല്ലത്തിന്റെ തീരത്ത് മറ്റു ചില സ്ഥലങ്ങളിൽ അടക്കം കണ്ടെത്തിയതിൽ ഈ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളുണ്ട്. അതിലൊന്നും തന്നെ ഈ ഹാനികരമായിട്ടുള്ള, നമ്മൾ ഈ നേരത്തെ ചോർന്ന് ഈ കണ്ടെയ്നറുകൾ, വെള്ളത്തിൽ പോയ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന ഈ സിലിക്കൺ കാർബൈഡ്, അത്തരത്തിലുള്ള കെമിക്കലുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ഹാർബറുകളിൽ തീരത്ത് എത്തിയിട്ടില്ല. നിലവിൽ എന്തായാലും ഈ ഭാഗത്ത് അങ്ങനത്തെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിവരം. പക്ഷേ ഈ കണ്ടെയ്നറുകൾ ഇത് ഇവിടുന്ന് മാറ്റേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കസ്റ്റംസിന്റെ അനുമതി അടക്കമുള്ള ആവശ്യമുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചെയ്യുന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ കേരളത്തിന്റെ പല തീരത്തും, പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരത്തിന്റെ തീരങ്ങളിൽ എത്താനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ എത്തുവാണെങ്കിൽ അതിന്റെ അടുത്തേക്കൊന്നും പോകരുതെന്നുള്ളൊരു നിർദ്ദേശം അവർ. ശരി അജീഷ്, ഇത് ആകാശ ദൃശ്യങ്ങളാണ്. അപ്പോൾ പല തീരത്തുമായി 10-ലധികം കണ്ടെയ്നറുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ അപകടമുള്ളത്, അപകടമില്ലാത്തത് എന്ന് തരംതിരിക്കാറായിട്ടില്ല. പരിശോധന തുടരുകയാണ്. അതിന്റെ ജാഗ്രതാ നിർദ്ദേശം ഈ തീരങ്ങളിൽ നൽകിയിട്ടുണ്ട്.